തുലാബി അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. ഇപ്പം നമ്മൾ 6ാം ക്ലാസ്സിൻ്റെ പാഠഭാഗങ്ങൾ ക്രിസ്മസ് പരീക്ഷ വരെയുള്ളതൊക്കെ കഴിഞ്ഞു അല്ലേ. അപ്പോൾ അതിൻ്റെ ക്ലാസ്സുകളൊക്കെ ഈ ചാനലിൽ തന്നെ 6th സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്ലാസ്സുകളൊക്കെ മക്കൾ പോയി കാണുക, പരീക്ഷയ്ക്ക് നമുക്ക് തയ്യാറാവുക. അപ്പോൾ പരീക്ഷയ്ക്ക് നമുക്ക് തയ്യാറാകുന്നതിന് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടി നോക്കിയാലോ. അതിൻ്റെ ആൻസറുകളും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. മക്കൾ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക, കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഇങ്ങനെയുള്ള വീഡിയോസും ക്ലാസ്സുകളൊക്കെ നേരിട്ട് നിങ്ങൾക്ക് വാട്സപ്പിലൂടെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ അറബിക് കേരള എജു വെബ് എന്ന് പറഞ്ഞിട്ട് എജു വെബ് കേരള എന്നുള്ള വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്കത് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. ചാനൽ ഫോളോ ചെയ്യാം കേട്ടോ. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ നമുക്ക് 6ാം ക്ലാസ്സിൻ്റെ പരീക്ഷയാണ്. അതിൽ നമുക്ക് കുറേയധികം ചോദ്യങ്ങളും അതിൽ കുറച്ച് ചോദ്യങ്ങൾ എന്തായിരിക്കും, അതായത് ഓപ്ഷൻസ് ഒക്കെ ആയിട്ടുണ്ടാവും. ഇവിടെ ഞാൻ കുറേയധികം ചോദ്യങ്ങൾ ചേർത്തിട്ടുണ്ട്. ചില ചോദ്യങ്ങൾക്ക് ഓപ്ഷൻസും ഉണ്ടാവും പരീക്ഷയ്ക്ക്. എന്തായാലും നമ്മുടെ പാഠഭാഗവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു 6-7 ചോദ്യങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഇഖ്റഉൽ ഫിഖ്റ വ കവ്വിനിൽ അസ്ഇല വൽ ജവാബ്. വാജിബ് അനിൽ അസ്ഇല എന്നാണ്. നേരത്തെ ചോദ്യം തെറ്റിയിട്ടുണ്ട്. ഇഖ്റഉൽ ഫിഖ്റ വാജിബ് അനിൽ അസ്ഇല. പാരഗ്രാഫ് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. ഇന്നൽ മുമാറസത്തൽ യൗമിയ റിയാദ മുഹിമ്മത്തുൻ ലിഹിഫദ് സിഹ. ദിവസവും എക്സസൈസ് ചെയ്യുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. ഫഹിയ തൊക്കവിൽ ജിസ്മ, ശരീരത്തെ ശക്തിപ്പെടുത്തും. വത്തുഹാഫിദു അലൻ നഷാത്ത്, നമുക്ക് ഉന്മേഷം ഉണ്ടാക്കും. വത്തുസാഹിദു അല തജന്നുബിൽ അമ്രാദ്, രോഗം ഇല്ലാതാക്കും. വയംബഗിൽ തുല്ലാബൻ യുമാരിസു അൽ മഷിയ വിൽ ജരിയ വിൽ ലാബ്, കുട്ടികൾ എന്ത് ചെയ്യണം, നടക്കുകയോ ഓടുകയോ കളിക്കുകയോ ലിമുദ്ദത്തിൻ യൗമിയ, ദിവസവും കുറച്ചു നേരം അല്ലേ. ഫരിയാദത്ത് ലൈസത്തിൽ ഖുവത്ത് ഫഖത്ത്. അപ്പോൾ എക്സസൈസ് ഇങ്ങനെ ആക്ടിവിറ്റി സ്പോർട്സ് ഐറ്റംസ് ചെയ്യുന്നത് നമ്മുടെ ശക്തിക്ക് വേണ്ടി മാത്രമല്ല, ബൽ ഹിയ ത്വരീഖുൻ ലി ഹയാത്തിൻ സിഹിയ വ സഈദ, ഹാപ്പി ജീവിതം നയിക്കാനുള്ള ഒരു വഴി കൂടിയാണ് എന്നാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. മൽ അമ്രുൽ മുഹിമ്മു ലി ഹിഫ്ദി സിഹ, ആരോഗ്യം കാക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതാണ്? എന്താണ് പറയൂ, ഏതാണ് പറയും? ഹിഫ്ദ് സിഹ ഇവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ അൽ മുമാറസത്തുൽ യൗമിയ ലിറിയാള, ഈ ബി ആണ് നമുക്ക് അല്ലേ, ബി ആണ് നമുക്ക് ഉത്തരമായിട്ട് കൊടുക്കാൻ കഴിയുക. അടുത്ത ചോദ്യം, കൈഫ തുസാഇദു അരിയാള, എങ്ങനെയാണ് നമ്മളെ എക്സസൈസ് നമ്മളെ സഹായിക്കുന്നത്? എങ്ങനെയാണ്? അലാ തജന്നുബിൽ അംല അല സിയാദത്തി ഫിൽ ഖുമൂൽ അലാ തളീൽ വഖ്ത്, രോഗം ഒഴിവാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ മടുപ്പ് കൂട്ടിക്കൊണ്ട്, അല്ലെങ്കിൽ സമയം കളഞ്ഞുകൊണ്ട്. ഏതാണ് നമുക്ക് രോഗം അല്ലേ. തുസാഇദു എന്ന് പറയുന്നുണ്ടല്ലോ അല്ലേ, തുസാഇദു അല തജന്നുബിൽ അംറാദ്. അപ്പോൾ നമുക്ക് ഇത് ഉത്തരം കൊടുക്കാം, ശരിയല്ലേ? അടുത്തത് മാഹു മാ അഹദു അൻവാഴ റിയാദ, നമ്മുടെ സ്പോർട്സ് ഐറ്റംസിൽ ഏതെങ്കിലും ഒരെണ്ണം പറയാം. ഉറക്കം, നടത്തം, വായന. ഏതാണ്? നടത്തം അല്ലേ. അൽമഷി ഇതിൽ പറയുന്നുണ്ട് ഏതൊക്കെയോ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹൽ റിയാദുൽ ഖുവത്തി ഫഖത്ത്, എന്താണ് നമ്മളെ എക്സസൈസ് അല്ലെങ്കിൽ സ്പോർട്സ് നമ്മുടെ ശക്തിക്ക് വേണ്ടി മാത്രമാണോ? നഅം ലാ ബല്ലി ഹയാത്തിൻ സഈദ ലാ ലിൻ നഷാത്തി ഫഖത്ത്. ഏതാണ് ഉത്തരം? ല, ഖുവത്തിന് മാത്രമല്ല ഹാപ്പി ലൈഫിനും കൂടിയിട്ട് വേണ്ടിയിട്ടുള്ളതാണ് അല്ലേ. അടുത്തത് മറലുൻ ജമഅഹു, മറല് എന്നതിൻ്റെ ജം എന്താണെന്ന് ഇതിൽ കണ്ടുപിടിക്കണം. ഏതാണ് മറലുൻ ജമ? അംറാദ്. അത് ഓപ്ഷൻ ഇല്ല, ഉത്തരം കണ്ടെത്തി എഴുതണം. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രവർത്തനം, ലാഹിദ് ആദാത്ത് അനീഷ സിഹിയ, അനീഷിൻ്റെ ആരോഗ്യശീലങ്ങൾ നോക്കാം. അനീഷ് എന്ത് ചെയ്യും? യനാമു ബക്കിറ, നേരത്തെ കിടക്കും. യസ്തൈഖുൽ നഷീത്തൻ, നല്ല ഉന്മേഷത്തോടെ എണീക്കും. യുമാരിസു റിയാദ യൗമിയ, എപ്പോഴും എക്സസൈസ് ചെയ്യും. എത്തനാവുല ത്വആമ സിഹി, ഹെൽത്തി ഫുഡ് കഴിക്കും. ഇഷ്റബു കസീറ മിനൽ മാ, വെള്ളം ധാരാളം കുടിക്കും. യതജന്നബുൽ വജബാത്ത് സരിയ, എന്തൊഴിവാക്കും? ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കും. വക്തുബ് ആദാതക കമാഫിൽ മിസാൽ, അങ്ങനെയാണെങ്കിൽ അനീഷിനെ പോലെ നിങ്ങളും നിങ്ങളുടെ ആദാത്ത് എഴുതണം. ഉദാഹരണത്തിലുള്ളത് ഇവിടെ അനാമു മുബക്കിറൻ, ഞാൻ നേരത്തെ എണീക്കും. ബാക്കി നിങ്ങൾ എന്ത് ചെയ്യണം? യസ്തൈഖുദു മാറ്റണം അല്ലേ. യസ്തൈഖുദു എന്താകും? യാ മാറ്റിയിട്ട് ആ ചേർക്കുക. അസ്തൈഖുദു നഷീതൻ, ഉമാരിസു റിയാള,
അതനാവുൽ ത്വആമ, അഷ്റബു കസീറൻ, അതജന്നബുൽ വജബാത്ത് അസ്സരിയ. അങ്ങനെ എല്ലാത്തിലും യഷ്റബു അഷ്റബു ആക്കി അല്ലെങ്കിൽ യതജന്നബു അതജന്നബു ആക്കിയിട്ട് മാറ്റി ഒരു പാരഗ്രാഫ് പോലെ ഇവിടെ എഴുതുകയാണ് വേണ്ടത്. മനസ്സിലായ മക്കളെ? അപ്പോൾ അതാണ്, അത് സിമ്പിൾ ഒരു പ്രവർത്തനമാണ്. ഇതിൽ തന്നെ ചിലപ്പോൾ ബി ഒക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ ഇവിടെ ബി ആയിട്ട് കൊടുത്തിട്ടില്ല, വേറൊരു പ്രവർത്തനമായിട്ട് നൽകിയിരിക്കുകയാണ്. നഖറഉൻ നസ്സ വനുഇദ്ദുൽ ബയാനാത്ത് ഷഖ്സിയ്യ ലിൽ ബൈറൂനി. ബൈറൂനി കേട്ടിട്ടുണ്ടോ? അൽ ബിറൂനി, അദ്ദേഹം ഒരു മുസ്ലിം ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ നസ്സ് വായിച്ചിട്ട് എന്ത് ചെയ്യുക? ബയാനാത്ത് ഷഖ്സിയ്യ അവിടെ പൂരിപ്പിക്കാനാണ്. ഹു അബൂ റൈഹാൻ മുഹമ്മദ് ബിൻ അഹമ്മദ് അൽ ബൈറൂനി. ബൈറൂനിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേരാണ് അഹമ്മദ് ബിൻ റൈഹാൻ മുഹമ്മദ് ബിൻ അഹമ്മദ് അൽ ബൈറൂനി. ഉലിദ ഫി ഖവാരിസം, ഖവാരിസമിൽ ജനിച്ചു. ആമസ് 973. കാന ആലിമൻ ഫി റിയാദിയാത്ത്, മാത്സിൽ അദ്ദേഹം പണ്ഡിതനായിരുന്നു. വൽ ജോഗ്രാഫിയ, ജോഗ്രഫി, വൽ ഫലക്ക്, ഫലക്ക് എന്ന് പറഞ്ഞാൽ ഗോളശാസ്ത്രം, വത്തിബ്, മെഡിസിൻ. ഖദ്ദമ ഇസ്ഹാമാത്തിൻ കബീറ ഫി ദിറാസത്തി ഹറക്കത്തിൽ അർള്, ഭൂമിയുടെ ചലനവുമായി ബന്ധപ്പെട്ട പഠനത്തിൽ അദ്ദേഹത്തിന് ഒരുപാട് സംഭാവനകളുണ്ട്. വഹിസാബി മഹീതിഹ, അതുപോലെ ഭൂമിയുടെ ആരം കണക്കാക്കി കേട്ടോ മൊത്തം. വഖദ് അല്ലഫ കുത്തുബൻ അദീദ, അദ്ദേഹം ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ചു. മിൻഹ അൽ ഖാനൂൽ മസൂദി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണ്. വത്തഹ്ഖീഖുമാലിൽ ഹിന്ദ്, അതൊന്നാണ് ഗ്രന്ഥങ്ങളുടെ പേരാണ്. യഅ്തബിറുൽ മുഹർരിഖൂൻ, ചരിത്രകാരൻ അദ്ദേഹത്തെ എണ്ണുന്നത് വാഹിദ മിൻ അഅ്ലമി ഉലമാഇൽ ആലം ഫിൽ ഉസൂരിൽ വുസ്ത എന്നാണ്, മധ്യകാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞരിൽ ഒരാളായിട്ടാണ് അദ്ദേഹത്തെ എണ്ണുന്നത്. തൂഫിയൽ ആലമുൽ ബൈറൂനി, പണ്ഡിതനായ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞനായ ബൈറൂനി മരണപ്പെട്ടു. ആമ അൽഫിൻ വ സമാനിൻ വ അർബഈൻ, 1948 അദ്ദേഹം മരണപ്പെട്ടു എന്നാണ്. ഫഹിയ അൽ ബയാനാത്തു ഷഖ്സിയ്യ. ഹയ്യ നുക്മിൽ, നമുക്ക് പൂരിപ്പിക്കാം. അൽ ഇസ്മുൽ കാമിൽ എന്തെഴുതും? സിമ്പിൾ അല്ലേ? അബൂ റൈഹാൻ മുഹമ്മദ് ബിൻ അഹമ്മദ് അൽ ബൈറൂനി. സുമ്മ ഇസ്മുൽ വാലിദ്, ഇസ്മുൽ വാലിദിൽ പറയുന്നുണ്ടോ? ഇല്ല അല്ലേ? അപ്പോൾ അത് കൊടുക്കണ്ട, ചിലപ്പോൾ ഉണ്ടാവും, ഇതിൽ വീടാൻ വിട്ടുപോയതാണ് കേട്ടോ. ചിലപ്പോൾ ഇസ്മുൽ വാലിദ് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ആമുൽ മീലാദ്, ജനിച്ച വർഷം അതേതാണ്? 973 അല്ലേ? പിന്നെയാ മക്കാനുൽ മീലാദ്, മക്കാനുൽ മീലാദ് ജനിച്ച സ്ഥലം എവിടെയാണ്? ഫി ഖവാരിസം അല്ലേ? ഖവാരിസമിലാണ് ജനിച്ചത്. പിന്നെ അല്ലഖബ്, അദ്ദേഹത്തിന് വിളിപ്പേരുണ്ടോ? ഇല്ല, വിളിപ്പേരും ഇതിൽ കൊടുത്തിട്ടില്ല, അപ്പോൾ അത് എഴുതേണ്ട കാര്യമില്ല. പിന്നെ ആമുൽ വഫാത്ത്, മരിച്ച വർഷം ഇതിൽ പറയുന്നുണ്ട്, അതാണ് 1048, അത് നമുക്ക് കൊടുക്കാം. പിന്നെ അതുപോലെ ആമുൽ വഫാത്ത് കഴിഞ്ഞ് ഇഖ്തിറാഅത്ത് അൽ ഇസ്ഹാം, അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങൾ ഏതൊക്കെയാണ്? കണ്ടുപിടുത്തങ്ങൾ ഇസ്ഹാമാത്തിൻ കബീറ ഫി ദിറാസത്തി ഹറക്കത്തിൽ അർള് വ ഹിസാബി മഹീതിഹ, അതുപോലെ ഈ പുസ്തകങ്ങളുടെ പേരൊക്കെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഇഹ്സാമാത്ത് ഇഖ്തിറാഅത്തായിട്ട് കണ്ടെത്തി ഇവിടെ എഴുതാം. ഓക്കെ, അപ്പോൾ അതാണ് ഉള്ളത്, എഴുതിയാൽ മതി കേട്ടോ. ഇനി 4ാമത്തെ പ്രവർത്തനം നോക്കാം. അക്മിലുൽ ജുമല ബി ഇസ്തിഖ്ദാമി കലിമത്തിൻ മിനൽ ഖായിമ, ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ വാക്ക് ഇവിടെ തിരഞ്ഞെടുത്ത് എഴുതുക. സാറത്ത് തഖ്സു, എന്തായി? ഇവിടെ എന്താണ്? ബാരിദൻ, തണുപ്പ്. തൊവീലൻ, നീളമുള്ളത്. മിസ്ബാഹത്ത്, വിളക്ക്. നളീഫത്തൻ, വൃത്തിയുള്ളത്. അൽ ജിസുറു, പാലം. സാറത്ത് തഖ്സു, എന്താണ്? ക്ലൈമറ്റ് ആയി. എന്തായി എന്ന് പറയാം? ബാരിദൻ അല്ലേ? തണുപ്പുള്ളതായി തീർന്നു എന്നാണ്. ഇതിൽ വേറെ ഒന്നും പറ്റില്ല. പിന്നെ കാന ഡാഷ് കവിയൻ, കാന ഡാഷ് കവിയൻ എന്തായിരുന്നു? പാലം ഉറപ്പുള്ളതായിരുന്നു. കാനൽ ജിസ്റു കവിയൻ, കാന വന്ന അൽ ജിസ്റു എന്ന് പറയണം. സാറത്തുൽ ഗുർഫത്തു, മുറിയായി. എന്തായി? വൃത്തിയുള്ളത് അല്ലെ? നളീഫത്തൻ, ഇതേ നമുക്ക്. അടുത്തത് കാനത്ത് ഡാഷ് മുളിയത്തൻ, തെളിഞ്ഞതായി. എന്ത്? കാനത്ത് തോന്നും, അപ്പോൾ അൽ മിസ്ബാഹത്താണ് ശരിയാവുക. പിന്നെ സാറൽ വലതു, കുട്ടിയായി. തൊവീലൻ, എന്താണ്? നല്ല ഹൈറ്റുള്ള ആളായി, നീളമുള്ള ആളായി അല്ലേ? അങ്ങനെ കൊടുക്കുക. അപ്പോൾ സാറയും കാനയും സാറയും ഇതൊക്കെ ഓപ്ഷനായിട്ട് ചോദിക്കും, A, B ക്വസ്റ്റ്യൻ ആയിട്ട്. ഇനി 5ാമത്തെ ത്വാഇറുൽ ഫുർ എന്നുള്ളൊരു പദ്യം കൊടുത്തിട്ടുണ്ട്.
യുഗർരിദു തായിറു ഫിൽ ആലി വയഹ്ദി ദുനിയ അഹ്ലൽ മആനി. അല്ലേ, പക്ഷിയെ കുറിച്ചാണ് പാടുന്നത് കേട്ടോ. യസ്ബഹു ഫൗക്കൽ ഗൈമി നശീതൻ വയജൂബുൽ അർദ ബിഗൈരി തവാനി. അല്ലെ, പക്ഷി പാടുന്നു ഉയരത്ത്, അതിന് ലോകത്തിന് വലിയ ആശയങ്ങൾ തരുന്നു. അത് എന്താണ്, മേഘത്തിന്റെ മുകളിൽ നീന്തുന്നു. വയജൂബു ഫിൽ അർദി ബിഗൈരി തവാനി, ക്ഷീണമില്ലാതെ പറക്കുന്നു. യഅ്ഷഖു ഹുർരിയതഹു ദൗമൻ, അതിൻ്റെ സ്വാതന്ത്ര്യമാണ് അത് ആഗ്രഹിക്കുന്നത്. ലാ യർള ഖൈദൻ ഫിൽ ഔത്താൻ, നാട്ടിൽ അതിനെ ബന്ധിക്കുന്നത് അതിന് ഇഷ്ടമല്ല. ബൈനി അഴ്ഷൻ ബൈന ഖുസൂനിൻ വയസൂദുൽ ഹവാഉ ബി സൗത്തിൻ ഹാനി. അല്ല, യബിനി അഴ്ഷൻ, അതെന്ത് ചെയ്യുന്നു, കൂടുണ്ടാക്കുന്നു. ബൈന ഖുസൂൻ, കൊമ്പുകൾക്കിടയിൽ. വയസൂദുൽ ഹവാ ബി സൗത്തിൻ ഹാനി, അല്ലെ, കാറ്റ് വീശുന്നു എന്നാണ്. ഇപ്പൊ ത്വായറു ജമാലിൻ ഇൻ ഖന്ന, പക്ഷി നല്ല ഭംഗിയാണ് പാടിയ. വദലീലു ഹയാത്തിൻ ഫി കുല്ലി മക്കാൻ, എല്ലാ സ്ഥലത്തും ജീവന്റെ ഒരു അടയാളവും കൂടിയാണ് പക്ഷി എന്നാണ് പറയുന്നത്. അപ്പൊ നുറാജൽ മൻലൂബ് നഖ്താറുൽ ജവാബ് സഹീഹ്, പദ്യം നോക്കി ഉത്തരം കൊടുക്കുക. നമ്മൾ ഇതേപോലെ നമ്മുടെ പാഠഭാഗത്തിലുണ്ട് അല്ലേ. അയിന യുഗരിദു തായർ, എവിടെയാണ് പക്ഷി പാടുന്നത്? ഫിൽ ബൈത്ത് ഫിൽ ആലി ഫി സഹറ. യുഗരിദു തായറു ഫിൽ ആലി. അപ്പോൾ ഇത് നമുക്ക് ഉത്തരം കൊടുക്കാം, ഫിൽ ആലി ഉത്തരം കൊടുക്കാം. മാതാ യഅ്ഷഖു തായർ, തായർ എന്താണ് ഇഷ്ടപ്പെടുന്നത്? അൽ അസർ അന്നഹാർ ഹുരിയത്ത്, ഇഷ്ടപ്പെടുന്നതാണ് സ്വാതന്ത്ര്യം അല്ലെ, ഹുരിയത്ത്. യഅ്ഷഖ് ഹുരിയതഹു, അപ്പോൾ ഹുരിയതഹു നമുക്ക് ഉത്തരം കൊടുക്കാം. അടുത്തത് തഹ്തൽ അർള്, അല്ല, ഐന യബിനി തായറു ഉഷഹു, പക്ഷി എവിടെയാണ് വീട് കെട്ടുന്നത്? തഹ്തൽ അർ ഫിൽ ബുഹൈറ ബൈനൽ ഖുസൂൻ, കൊമ്പുകൾക്കിടയിൽ. ബൈന ഖുസൂനിൻ ഇതെവിടെയുണ്ട്? ഓക്കെ, നമ്മൾ ഉത്തരം വരിക. അടുത്തത് മാതാ യുഹിദി ത്വായറുലി ദുനിയ, ലോകത്തിന് പക്ഷി എന്താ നൽകുന്നത്? അൽ ഹുസ്ന അല്ലാഹു അഹ്ലൽ മആനി, ഫസ്റ്റ് വരിയിലുണ്ട് അല്ലേ, യുഹിദി ദുനിയ അഹ്ലൽ മആനി, ഇതായിരിക്കും ഉത്തരം വരിക. മല്ലദീ ലാ യർലാഹു തായർ, പക്ഷിക്ക് ഇഷ്ടമല്ലാത്തത് തയറാൻ ഖൈദ് ഖിദാ. ലാ യർല ഖൈദൻ അല്ലേ, ഖൈദൻ, അപ്പൊ കൂട്ടിലിടുന്നതാണ് ഇതിന് ഇഷ്ടമല്ലാത്തത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, മയ്യിസ് നൗ അൽ ജുംല ഇസ്മിയ ഔ ഫിഅലിയ. ഈ ജുംലകള്, ഇത് കുറെ ജുംലകൾ കൊടുത്തിട്ടുണ്ട്. ഇതില് ഇസ്മി ആയതിന് ഇവിടെ എഴുതണം, ഫിഅലി ആയതിന് ഇവിടെ എഴുതണം അല്ലേ. അത്തുയൂർ ഫിൽ ഹദീഖ, പക്ഷികൾ പാർക്കിലാണ്. ഏതാ വരിക? ഇതിലേക്ക് ചേർക്കാം നമുക്ക്, ഇതിലേക്ക് അല്ലേ, ഇസ്മിയാണ്. തുയൂർ എന്നുള്ളതൊരു ഇസ്മാണ്. യക്തുബു ഫിൽ വലതു ദർസഹു, കുട്ടി പാഠം എഴുതുന്നു തുടങ്ങുന്നു അല്ലേ, അപ്പൊ നമ്മളത് ഫിഅലിയാണ്. അൽ മദ്രസത്തു ജമീലത്തുൻ, സ്കൂൾ ഭംഗിയുള്ളതാണ്, ഇസ്മിയാണ് അല്ലെ, ഇസ്മു കൊണ്ടാണ് തുടങ്ങിയത്. തർസിമുൽ ബിന്ദു സുഹറത്തൻ, കുട്ടി എന്ത് ചെയ്യുന്നു? പൂ വരയ്ക്കുന്നു അല്ലെ, വരയ്ക്കുന്നു. അപ്പൊ നമ്മളത് ഇതിൽ വരിക ഫെയിലിയ. അൽ കിതാബു അല ത്വാവില, പുസ്തകം മേശയുടെ മുകളിലാണ്, അതും ഇസ്മിയാണ് അല്ലേ. അതുപോലെ അൽ അബുൽ അത്ഫാലു ഫി സിയാഹ, അൽഹബുൽ അത്ഫാലു ഫിസാഹ, മുറ്റത്ത് കുട്ടികൾ കളിക്കുന്നു, ഫേലിയാണ് അല്ലെ, കളിക്കുന്നു എന്ന വാക്കാ. അസ്സമാഉ സാഫിയ, ആകാശം തെളിഞ്ഞതാണ്, അപ്പോൾ ഇസ്മിയ. തുസ്ഹിറുൽ അഷ്ജാറു ഫിർ റബിയ, വസന്തകാലത്ത് മരങ്ങൾ പൂക്കും, ഇതിലെ വരിക ഫേലിയ. അത്വാലിബ് മുജ്തഹിദ്, ഇതാണ് വിദ്യാർത്ഥി പരിശ്രമശാലിയാണ്, ഇസ്മിയ. യതീറു ത്വായിറു ഫി സമാ, പക്ഷി ആകാശത്ത് പറക്കുന്നു എന്ന് വെച്ചാൽ തുടങ്ങിയിട്ട്, അപ്പോൾ ഫെയിൽ ചെയ്യുക. ഇത്രയും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെഴുതണം. ഓക്കെ, ഇനി ഒരു ഏഴാമത്തെ പ്രവർത്തനം, ഇതൊക്കെ എ ബി ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. നമുക്ക് ആകെ 5 എഴുതേണ്ടി വരുള്ളൂ. ഇഖ്റഉൽ ഫിഖ്റ വകമ്മിലുൽ ഖാനാത്ത് ബി കലിമത്തിൻ മുനാസിബ, പാരഗ്രാഫ് വായിച്ചിട്ട് അനുയോജ്യമായ വാക്കുകൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാന്നാണ്. നമ്മുടെ കണ്ട ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിലെ ഈ ആളുകളുടെ പേര് നമ്മൾ പഠിച്ചതാണ്. യജ്തമിഉൽ ലായിബൂന ഫിൽ മൽഅബ് ലി ബദ്ഇൽ മുബാറ, കളിക്കാരെല്ലാം ഒരുമിച്ച് കൂടി. യക്കിഫു ഹക്കമുൽ മുബാറലി യുനല്ലിമൽ ലഅബ്, അങ്ങനെ അവിടെ റഫറി വന്ന് നിന്നു. വയക്കിഫു ഹൽഫൽ മർമ ഹാരിസുൽ മർമ, ഗോളി അവിടെ നിന്നു. ലി അഹ്മി ഫരീഖഹു, തൻ്റെ ടീമിനെ സംരക്ഷിക്കുക. അമ്മൽ മുദാഫിയ, ഫോർവേഡ് അല്ല ഡിഫൻഡർ അല്ലെ. ഫയുഹാവിലു മൻ അൽ ഖുറത്തി മിന ദുഖൂൽ, എന്ത് ചെയ്യുന്നു? പന്ത് മുമ്പോട്ട് വരാൻ ഇതാവുന്നില്ല അല്ലേ, അതിനെ തടയുന്നു. വയതഖദ്ദമുൽ മുഹാജിബ്, ഫോർവേഡ് കളിക്കുന്ന ആള് എന്ത് ചെയ്യുന്നു? മുമ്പോട്ട് പോകുന്നു. ലിയുസജ്ജൽ അൽ അഹ്ദാഫ്, ഗോളടിക്കാൻ.
വയക്കൂമു ലാഇബുൽ വസത്ത്, ഇടയിൽ മിഡ്ഫീൽഡർ എന്ത് ചെയ്യുന്നു? ബിറബത്തിൽ ലാബ് ബൈന ജമീഉൽ ഖുതൂത്ത്, കളിയെ പിടിച്ചു നിർത്തുന്നു എല്ലാ വരികൾക്കിടയിലും. ഹകദ യഅമുൽ ഫരീഖ് ബി തആവുനിൻ ലിൽ ഫൗസ്, ഇങ്ങനെ ടീം എന്താണ് പരസ്പര ഒത്തൊരുമയോടെ വിജയത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നു എന്നാണ്. അപ്പൊ ഇതിൽ ആരൊക്കെ എഴുതണം? അല്ല, ഫോർവേഡ് ഇവിടെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്, ഹക്കമുൽ മുബാറ അല്ലെ, ഹക്കമുൽ മുബാറ റഫറി. ഇദ്ദേഹം ആരാണ്? ഇതിലേത് വാക്ക് വെക്കണം? ആരാ വരിക? ഹാരിസുൽ മർമ അല്ലെ, ഹാരിസുൽ മർമ ഇവിടെ എഴുതി കൊടുക്കണം. അടുത്തത് ആരാണ്? മുദാഫിയ, ഡിഫൻഡർ അല്ലെ, മുദാഫിയ അല്ലെ, മുദാഫിയ. അടുത്ത ഇത് മിഡ്ഫീൽഡർ അല്ലെ. അപ്പൊ ലാഇബുൽ വസത്ത്, ലാഇബുൽ വസത്ത് എന്നുള്ളത് നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം. ഇവരോ? മുഹാജിം, ഫോർവേഡ്. ആരാണ്? മുഹാജിം. ഇവിടെ ഇതാ മുഹാജിം കേട്ടോ. അപ്പൊ എത്രയാണ് നമ്മളുടെ പ്രവർത്തനങ്ങൾ? ഇതുപോലെ 70 കൊടുത്തിട്ടുണ്ട്, 5 എഴുതിയാൽ മതിയാവും. അതിൽ AB ക്വസ്റ്റ്യൻസും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ പരീക്ഷയ്ക്ക് നന്നായി റെഡിയാവുക, മക്കൾക്ക് ഫുൾ മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പരീക്ഷയ്ക്ക് ശേഷം ആ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ വീഡിയോയും മറ്റു കാര്യങ്ങളൊക്കെ ഈ ചാനലിൽ വരും. മക്കൾ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. താങ്ക്